പഠനം എവിടെയായിരുന്നു നടത്തിയത്? പഠനം ഞാൻ +2 കഴിഞ്ഞിട്ട് നഴ്സിംഗിന് പോയായിരുന്നു. പക്ഷെ അത് നമുക്ക് സെറ്റ് ആകത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡിപ്ലോമയ്ക്ക് പോയായിരുന്നു, അതും നിർത്തി. പ്ലസ് ടു എന്ന് പറഞ്ഞല്ലോ, +2 ആ സമയത്തൊക്കെ ഏതെങ്കിലും പ്രണയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അനുഭവങ്ങളോ? +2 സമയത്തൊന്നും ഇപ്പോഴും ഇനി എന്നെ കാണാൻ കൊള്ളൂന്നല്ല ഞാൻ പറഞ്ഞ, ആ സമയത്ത് എന്നെ കാണാൻ ഒരു പട്ടിയെ തിരിച്ചു നോക്കത്തില്ല. അല്ല ഇപ്പൊ കാണാനും മോശമൊന്നുമല്ല. അല്ല സ്വന്തമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ, ഞാൻ മോശമാണ് എന്നൊരു സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടോ? അല്ല, എന്നെ നേരിട്ട് കാണുന്ന ആരും ഞാൻ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ക്യാമറയുടെ പല ആംഗിളിൽ കൂടെ എടുക്കുമ്പോൾ പലർക്കും ഓന്തായിട്ടും പല്ലിയായിട്ടും അരണയായിട്ടും ഒക്കെ തോന്നാറുണ്ട്. അതൊക്കെ എങ്ങനെയാ നോക്കി കാണുന്നത്? അത്തരത്തിലുള്ള കമന്റ് പറയുന്നതിനോടൊക്കെ എന്താ പറയാനുള്ളത്? ഞാൻ നേരിട്ട് നല്ല സുന്ദരിയാണ്, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എന്നെ നേരിട്ട് കാണുന്നവർക്കും അവർക്കറിയാം ഞാൻ സുന്ദരിയാണെന്ന്. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്നവർക്ക് രൂക്ഷമായിട്ടൊരു മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിനാണ് അവരവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നു, നമ്മുടെ കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്കൂൾ കാലഘട്ടം. അത് ഇപ്പൊ കാണാൻ കൊള്ളത്തില്ലല്ലോ, അപ്പൊ നമുക്ക് പ്രണയമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഓർത്ത് പിന്നെ ആ ചെറുക്കനെ പറഞ്ഞാൽ അവൻ ഇവിടെ വന്ന് തല്ലാനാണ്. അല്ലെങ്കിൽ പോലും നമുക്ക് അത് ഒന്ന് റിവീൽ ചെയ്യും, എങ്ങനെയായിരുന്നു ആ പ്രണയം. അല്ല അത് ഇതുവരെ ചേച്ചി വെളിപ്പെടുത്ത, അതായത് നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചേച്ചി ഇതുവരെ വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ചെക്കന്റെ പേരൊന്നും പറയുന്നില്ല. ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടി, എന്തുവാ നല്ലതായിട്ട് പഠിക്കുന്നതായിരുന്നു. ഒരുമിച്ച് പഠിക്കുന്നത് ആ ചെറുക്കൻ നന്നായിട്ട് പഠിക്കും. പേര് വേണേ എന്തെങ്കിലും മാറ്റി പറഞ്ഞ അജീഷ് പി എന്നോ സുമേഷ് കെയർന്നോ അത് ലാസ്റ്റ് അവനോട് ഞാൻ പറഞ്ഞായിരുന്നു, ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഇടയ്ക്ക് മിണ്ടി വന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ ചെക്കൻ ചിരിക്കണ്. അപ്പൊ ആ ചെക്കൻ കല്യാണമൊക്കെ കഴിച്ചാൽ +2 വിളിച്ചിട്ടുണ്ട്. ചെക്കനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു ആ ചെക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ. അതായത് ലീഡറായിരുന്നേ. എന്നിട്ട് ചെക്കൻ അവിടെ ഇല്ലാത്ത ചെക്കന്റെ ബാഗൊക്കെ എടുത്തിട്ട് ഉമ്മയൊക്കെ ആ ചെക്കൻ അങ്ങോട്ട് പോകുമ്പോളേ ആരും ക്ലാസ് തന്നില്ലാത്തപ്പം ചെന്ന് ഞാൻ എന്റെ കൂട്ടുകാരിക്ക് അറിയായിരുന്നു. അവനെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സംഭവം. നമ്മളിങ്ങനെ എണ്ണത്തില്ല ഗ്രൂപ്പൊക്കെ തിരിക്കാൻ എണ്ണുമ്പോഴത്തേനും ഞാൻ തലക്കെ എണ്ണ കൊണ്ടുവരുന്നുണ്ട് ജോർജി. പേര് കിട്ടി. ജോർജി താങ്കൾ ഇപ്പോൾ എവിടെയാണ്? ചിലപ്പോ ഇത് കഴിയുമ്പം ജോർജ് ചിലപ്പോ ഒരു മെസ്സേജ് അയക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. ജോർജി സോറി കേട്ടോ, അറിയാതെ വായിന്ന് വന്നു. ജോർജിന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു സ്കൂൾ കാലമല്ലേ. ജോർജി വൈഫൈ പിണങ്ങൊന്നും പോകരുത്, എനിക്ക് ഇവരെവിടെയാണെന്ന് പോലും എനിക്കറിയാം. അല്ല നിങ്ങള് സത്യത്തിൽ അത് കഴിഞ്ഞ് ആ ചെക്കനെ എന്നെ മിണ്ടിയിട്ട് പോലും, ആ ചെക്കൻ എന്നെ കണ്ണിന് കാണല്ലോ, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ആ ചെക്കൻ അപ്പൊ വൺ വേ ആയിരുന്നു. പിന്നല്ലാണ്ട് അതല്ലേ ഞാൻ പറഞ്ഞ കാണാൻ നന്നായിരിക്കണം, പ്രണയിക്കാൻ എന്നൊരു അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇല്ലായിരുന്നു. അല്ല ചേച്ചിയാണ് ഇപ്പൊ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്, അതായത് എന്നെ കാണാൻ മോശമായതുകൊണ്ടാവാം എന്ന് ചിന്തിക്കുമ്പം, അപ്പൊ ഈ കാണാൻ ഭംഗിയില്ലാത്തവർക്കൊന്നും കാമുകന്മാരും ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുണ്ടാവരുതെന്നാണ് എന്റെ കാര്യം. ഞാൻ അന്ന് ചിന്തിച്ച കാര്യമാണ്. ഇന്ന് എനിക്ക് 10-33 വയസ്സായി, അന്ന് എത്ര വയസ്സുണ്ട്? 10-17-18 വയസ്സിലെ കാര്യമല്ലേ പറയുന്നത്. അല്ല എങ്കിൽ പോലും ഇപ്പൊ ചേച്ചി 33 വയസ്സാണെങ്കിലും 17-കാരിയായിട്ട് അഭിനയിക്കുന്നുണ്ട്, 18-കാരിയായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് ഗോഡ്സ് ഗ്രേസ്. അതായത് നമ്മുടെ ബോഡിക്ക് എന്തും ചേരും, ഡ്രസ് ആണെങ്കിലും അതൊക്കെ ഒരു ദൈവകൃപ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒത്തിരി താങ്ക്സ് ദൈവമേ.